ഹലോ, എസ് ഡോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെന്താ, നാട്ടിൽ മഴയൊക്കെ കുറഞ്ഞെന്ന് അറിഞ്ഞ് ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷമെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. എത്രയോ ആൾക്കാരെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ചങ്ക് പൊട്ടിപ്പോകും. നമ്മളൊക്കെ ഈ വെളിരാജ്യത്തായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒന്നും ബുദ്ധിമുട്ട് അറിയുന്നില്ല. എങ്കിലും ആ ന്യൂസൊക്കെ കേൾക്കുമ്പോഴല്ലോ ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര ടെൻഷൻ. പിന്നെന്താ വിശേഷം, ഞാനിവിടെ നിന്നൊരു തീയിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഉള്ളി മഷ്റൂം തീയൽ, മഷ്റൂം ഉണ്ടല്ലോ നമ്മുടെ, ഞാനത് ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ മഷ്റൂം, കുമ്മിളെന്ന് പറയും, ഞങ്ങളുടെ അവിടെ കുമ്മിളെന്നാണ് പറയുന്നത്. ഉള്ളി, ചെറിയ ഉള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ തൊലി ഇങ്ങനെ ചിരണ്ടി കറിയാം നമുക്ക്, അപ്പോഴും ഒരു ടേസ്റ്റ് വരുന്നുള്ളൂ. മറ്റും ഉണ്ട് നമുക്കിങ്ങനെ ചീക്കി എടുക്കുന്ന മെഷീനുണ്ട്. പക്ഷേ എനിക്കത് നമ്മുടെ ആ ടേസ്റ്റ് അങ്ങ് പോകത്തില്ലേ, അത് കാരണം ഇങ്ങനെ ചിരണ്ടി കളഞ്ഞിട്ട് എടുക്കാം. പിന്നെ തേങ്ങ എല്ലാം ഞാൻ വറുത്ത് വെച്ചിരിക്കുകയാണ്. തേങ്ങയും മുളക്, മല്ലി, ചെറിയ ഉള്ളി, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് ഞാൻ വറുത്ത് വെച്ചിരിക്കുക. ഇനി അതിനെ അരയ്ക്കണം. എന്നുവെച്ചാൽ ആദ്യമേ തേങ്ങയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ വറക്കും. വറുത്ത് നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് വറുത്തെടുക്കും. മുളക് പൊടിയൊന്നും അധികം ഇടത്തില്ല, അത് എരിവ് വേണ്ടല്ലോ, തീയലിന് അത് എരിവ് വേണ്ടല്ലോ. അപ്പോൾ അതിനെ വറുത്തെടുത്തിട്ടുണ്ട്. ഞാനത് അരയ്ക്കാനായിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടെ ഇട്ട് നമുക്ക് വഴറ്റണം. എണ്ണയ്ക്കകത്ത് വഴറ്റി എടുത്തിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഇച്ചിരി വെന്ത് വരുമ്പോഴേ നമുക്ക് ഈ മഷ്റൂം കൂടെ ഇട്ടൊന്ന് ശരിക്കൊന്ന് വഴറ്റിയെടുത്തിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ, തേങ്ങയും എല്ലാം കൂടെ ഉള്ളത് അരപ്പ്, അത് നമുക്ക് ഇതിനകത്തിട്ട് ഒരു തിളച്ചെടുപ്പിച്ചിട്ട് എന്ത് ചെയ്യണം, കടുക് വറുത്തങ്ങോട്ട് എടുക്കണം. പുളി സംഭവമല്ലേ തീയൽ എന്ന് പറയാൻ ഭയങ്കര ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ്. അതിനകത്ത് പിന്നെ ചിലർ പുളി ഒഴിക്കുന്നവരുണ്ട്, ചിലർ തക്കാളിക്ക് ഇടുന്നവരുണ്ട്, ചിലരാണെങ്കിൽ പിന്നെ പെരിഞ്ജീരകം എനിക്ക് പെരിഞ്ജീരകം ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പെരിഞ്ജീരകം വറുത്തരച്ച് സൂപ്പർ ടേസ്റ്റ് അല്ലേ. ആക്ച്വലി പെരിഞ്ജീരകമാണ് തീയലിന് വേണ്ടത്. അപ്പം പിന്നെ വേറെന്താ വിശേഷം, വേറെ പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല. അപ്പം നമുക്കൊരു തീയൽ കറിയായിട്ട് വരാം കേട്ടോ, തീയൽ കറിയായിട്ട് വരാം. അപ്പം ശരി, എന്നാൽ വേറെ വീഡിയോ ആയിട്ടല്ല, ഇതിൻ്റെ ഇനിയും കാണിക്കണ്ടേ, നമ്മൾ ഇതിനെ വഴറ്റിയെടുക്കണം, അരപ്പിട്ട് വേവിച്ചെടുക്കണം, പിന്നെ അതിനെ കടുക് വറുത്തെടുക്കണ്ടേ, അപ്പോൾ അതൊക്കെ കാണിക്കണ്ടേ. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഇത് ഞാനൊന്ന് എല്ലാം കഴുകി വാരി വൃത്തിയാക്കി വെക്കട്ടെ. ഇതിനെ ഒന്ന് കഴുകി വാരി വൃത്തിയാക്കി വെക്കാം കേട്ടോ. നമ്മുടെ തീയലിനുള്ളത് നമ്മൾ അരച്ച് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് കറി വെച്ചിട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ തീയൽ വയ്ക്കാനുള്ള മഷ്റൂം ഉള്ളിയും കൂടെ ഞാനൊന്ന് വഴറ്റിയെടുക്കട്ടെ കേട്ടോ. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഉരുളക്കിഴങ്ങ് കൂടെ കട്ട് ചെയ്താൽ വരാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇതും കൂടി ഇട്ട് കൊടുക്കാമേ. അതും കൂടെ വഴണ്ടി വന്നിട്ട് നമുക്ക് കാണാമേ. നമുക്ക് അരച്ച് വെച്ചിട്ട് ഇതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, കാണാൻ പറ്റുമോ അറിയില്ല, കാണിക്കാമേ. നമ്മുടെ മഷ്റൂമും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് അരപ്പൊഴിക്കാം. ഈ അരച്ച് വെച്ചിരിക്കുന്ന
തേങ്ങയൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നില്ലേ, അത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമായത് കേട്ടോ. കാണാമോ മക്കളെ, കാണാമോ? ഉണ്ടോ നോക്കട്ടെ. ഉപ്പില്ല. ഞാൻ ഇതിനകത്ത് കുറച്ച് പെരിഞ്ഞീരകം അരച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരി പുളിവെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വാളംപുളി കൂടെ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. ഓക്കെ, എല്ലാം പരുവത്തിനാണ്. മഷ്റൂം ആയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതവിടുന്ന് ഒന്ന് തിളച്ച് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. തേങ്ങയൊക്കെ വറുത്തരച്ചല്ലേ നമ്മൾ, അപ്പോൾ അതൊന്ന് പിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് ആ തിളച്ചെല്ലാം വന്നിട്ട് നമുക്ക് കടുക് വറുത്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കടുക് പൊട്ടിച്ചിടാമേ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില. ഉള്ളി ഇട്ട് കൊടുത്തു, വറ്റൽമുളക് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. ഓക്കെ, എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്യണേ. ചെറിയ ഉള്ളി ഞാൻ അരിയാതെ ഇട്ടത്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി, മഷ്റൂം, ഉരുളക്കിഴങ്ങ്. ഓക്കെ, നല്ല സൂപ്പർ സാധനമാണ്. ഈ ഒരു കറി മതി നമുക്ക് ചോറ് കഴിക്കാം. കാണിക്കാം, കാണാൻ പറ്റുമോ? കണ്ടോ, നമ്മുടെ ഇത് കടുക് നമ്മൾ വറുത്തിട്ടുണ്ട്. അതും കൂടെ അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ,
നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.